ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന പരാതിയിൽ നിയമസഭയിൽ പ്രതികരണവുമായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. പരാതിയിൽ നടപടി സ്വീകരിക്കാതെ പരാതിക്കാരനെ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി എന്ന് മന്ത്രി പറഞ്ഞു. ശുദ്ധികലശം ചെയ്തത് തെറ്റാണെന്നും ഇക്കാര്യം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൂടൽമാണിക്യം ദേവസ്വം ആക്ടും റെഗുലേഷനും പ്രകാരം 2 കഴകം പോസ്റ്റുകളാണ് നിലവിലുള്ളത്. 1025+ DA ശമ്പള സ്കെയിൽ ഉള്ള കഴകം തസ്തിയിലേക്ക് പാരമ്പര്യമായി തന്ത്രി നിർദ്ദേശിക്കുന്ന വ്യക്തിയെയും 1300, 1850 ശമ്പള സ്കെയിലുള്ള കഴകത്തെ നേരിട്ട് നിയമനം വഴി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേന നിയമിക്കാനുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. 24/2/2025 റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമിതനായ ശ്രീ ബാലു BA എന്ന വ്യക്തി കഴകം ജോലി ചെയ്യുന്നതിലാണ് തന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. നിയമിതനായ വ്യക്തി തന്നെ അവിടെ നിഷ്കർഷിക്കുന്ന ജോലി നിർവഹിക്കണം എന്നുള്ളതാണ് സർക്കാർ നിലപാട്. ഇതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാനും മുന്നോട്ട് വന്നിട്ടുണ്ട്. AP അനിൽകുമാറിന്റെ സബ്മിഷനായിരുന്നു മന്ത്രിയുടെ മറുപടി. കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്ന് ദേവസ്വം മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ എതിർത്ത ജാതി ശക്തികൾ ഇന്നും ചില ക്ഷേത്ര മതിൽ കെട്ടുകൾക്കുള്ളിലും ഇരുളറിഞ്ഞ മനുഷ്യ മനസ്സുകളിലും നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് കൂടൽമാണിക്യത്തു നിന്ന് വരുന്ന വർത്തമാനങ്ങൾ. സാർ, ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഈ കൂടൽമാണിക്യത്തിലെ തന്ത്രിമാരുടെ താന്ത്രിക വിദ്യകൾ നമ്മുടെ സമൂഹത്തിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒറ്റക്കെട്ടായി, കേരളമാകെ ഒറ്റക്കെട്ടായി ഈ അനീതിക്കെതിരായിട്ടുള്ള, അന്യായങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. ആർ ശ്രീജിത്ത് നിയമസഭയിൽ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അപ്പോൾ മന്ത്രിയുടെയും മുൻ മന്ത്രിയുടെയും പ്രതികരണം വെച്ച് അതിനകത്ത് വേറെ സാങ്കേതിക ടെക്നിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ല, അത് ശുദ്ധമായ ജാതി ഭ്രഷ്ട് തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി ചേർക്കണം എന്നൊക്കെയുള്ള നമ്മുടെ വലിയ കോരിത്തെരിപ്പുണ്ടാക്കുന്ന വാചകങ്ങൾക്കപ്പുറം ഈ ജീവനക്കാരെയും ഈ തന്ത്രിമാരെയും നിലയ്ക്ക് നിർത്താൻ ദേവസ്വം മന്ത്രി എന്തു ചെയ്യും എന്ന് സഭയിൽ പറഞ്ഞോ എന്തെങ്കിലും? ശ്രീജിത്ത്, ഹാഷ്മി, കൂടൽമാണിക്യം ദേവസ്വത്തിലെ കഴകം നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ജാതി വിവേചന പരാതിയിൽ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയാണ് മന്ത്രി വി എൻ വാസവൻ സഭയിൽ ചെയ്തത്. കൂടൽമാണിക്യം ദേവസ്വത്തിൽ 2 കഴകം തസ്തികകളുണ്ട്. അതിൽ ഒരെണ്ണം തന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം നിയമിക്കുന്നതും മറ്റൊന്ന് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് വഴിയുള്ള നിയമനവുമാണ്. ഇങ്ങനെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് വഴി നിയമനം നേടിയ യുവാവിനെയാണ് ജാതി ഭ്രഷ്ട് കൽപ്പിച്ച് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് തന്ത്രിമാർ ആവശ്യപ്പെട്ടത്. ഇതിന് വിധേയമായി പ്രവർത്തിച്ചത് ഈ കൂടൽമാണിക്യം ദേവസ്വത്തിലെ അഡ്മിനിസ്ട്രേറ്ററാണ്. എന്നാൽ ദേവസ്വം ഭരണസമിതിയുടെ ചെയർമാനായ ചെയർമാൻ ഇതിനോട് യോജിപ്പാണ്, സർക്കാർ നിലപാടിനോട് യോജിപ്പാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ സർക്കാർ നിലപാട് അവിടെ നടപ്പിലാക്കും എന്ന പ്രതീക്ഷയാണ് എന്ന ഒരു പ്രതീതിയാണ് മന്ത്രിയുടെ മറുപടിയിലൂടെ ഇവിടെ ഉണ്ടായത്. എന്തായാലും ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട് സഭാതലത്തിലെ ധനാഭ്യന്തര ചർച്ചയിലും നിരവധി വിമർശനങ്ങൾ വന്നു. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൂടൽമാണിക്യം ദേവസ്വവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രതികരണമാണ്. ഓക്കെ, ആർ ശ്രീജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നിയമസഭയിൽ നൽകിയത്.